ഡൊമിനിയോ ദീപക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഫുഡ് വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. വെമ്പായത്തെ, തിരുവനന്തപുരത്ത് വെമ്പായത്തെ രാജാ ഹോട്ടൽ എന്നും പറഞ്ഞ് ഒരു മീനിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ആ പോകുന്ന അത് വർത്താണ്. നമ്മൾക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി കുറച്ചിങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തേക്കുവാണ്. കാര്യം അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല റഷുണ്ട്. കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ രാജാ ഹോട്ടലിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 11:15 മണിയായി കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. കാര്യം ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ 12 മണിക്കാണ്. ആ ലഞ്ച് ടൈമിനാണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ അവിടെ നല്ല റഷ് ഉണ്ടാവും. അപ്പം ഒരുപാട് സീറ്റിംഗ് ഒന്നും അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആദ്യമേ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കും. ഈ ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നേ ഒരു 20 കിലോമീറ്റർ പോകണം. അതായത് ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലെടുക്കും. പക്ഷേ അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമ്മൾ വെമ്പായം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇതാണ് രാജാ തട്ടുകട. കണ്ടോ, ഒരു ചെറിയൊരു ഹോട്ടലാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഏകദേശം 10-35 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. നമുക്ക് ആദ്യം ഇവരുടെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ 2-3 ആൾക്കാർ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട്. മീനാണ് കൂടുതലായിട്ടും ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ മീനൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായി കഴിഞ്ഞു. കുറേ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. വേറെ ഇവരിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് നല്ല തിരക്കുണ്ട്. ഈ ഹോട്ടൽ ഇപ്പോൾ അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരുവിധം എല്ലാ ടേബിളിലും ഇപ്പോഴേ ആളായി കഴിഞ്ഞു. ഞങ്ങൾ വരുമ്പോഴേ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ചോറുണ്ണാനായിട്ട്. ഇവരിവിടെ മീൽസ് വാഴയിലയിലാണ് വിളമ്പി തരുന്നത്. കണ്ടോ, നല്ല കഴുകി വെടുപ്പാക്കിയ ഒരു ഇലയിലാണ് അവർ ചോറൊക്കെ ഇട്ട് തരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റിൽ തിന്നുന്നതിനേക്കാളും എപ്പോഴും ഇഷ്ടം ഇങ്ങനെ വാഴയിലയിൽ മീൽസ് കഴിക്കുന്നതാണ്. നമ്മൾ പല ഹോട്ടൽസിൽ പോകും, പല ടൈപ്പ് പ്ലേറ്റ് ഒക്കെ തരും. പക്ഷെ എന്നാലും ഈ ഇലയിൽ കഴിക്കുന്ന ആ ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെയല്ലേ. എനിക്കെപ്പോഴും അങ്ങനെയാണ് തോന്നാറുള്ളത്. പ്രത്യേകിച്ച് നമുക്കൊരു സദ്യ കഴിക്കുന്ന ഒരു ഫീൽ വരും. ഇപ്പം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി സദ്യക്കുള്ള കറികളൊക്കെ അവർ വിളമ്പിക്കഴിഞ്ഞു. അച്ചാറ്, പച്ചടി, തോരൻ, അവിയൽ, അങ്ങനെ പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒഴിക്കാനായിട്ട് കുറേ കറികൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ പരിപ്പുണ്ട്, സാമ്പാർ, രസം, മോര്, അങ്ങനെ കുറേ കറികളുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ആവി പറക്കുന്ന ചോറും അതുപോലെ കറികളുമാണ്. എല്ലാം ഇപ്പം റെഡിയാക്കിയേക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം പരിപ്പ് ഒഴിച്ചിട്ട് പരിപ്പും കൂട്ടി ചോറൊന്ന് കഴിക്കാം. ഈ ഹോട്ടലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു ഫാമിലി സെറ്റപ്പാണ്. ഇവർ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഇവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാനിപ്പോൾ പരിപ്പും കൂട്ടി ഞാൻ കഴിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഹോംലി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഈ തൊടുകറികളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. എല്ലാത്തിനും നല്ലൊരു ഹോംലി ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, ഇതിനിടയിൽ നമുക്ക് കപ്പ ഒഴുക്കിയതൊക്കെ വിളമ്പി തന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവർ മീൻ കറിയാണ് ഒഴിച്ചു തരുന്നത്. ഇവിടെ ഒരു പാത്രത്തിൽ ഇവർ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് ശേഷം നമുക്ക് എത്ര വേണോ നമുക്ക് മീൻ കറി കൂട്ടി ചോറുണ്ണയോ കപ്പ കഴിക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലതുപോലെ വെന്ത് നല്ല എരിവുള്ള മീൻകറിയോട് കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ശരിക്കും സൂപ്പറാണ്. അപ്പം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ മീൻ വിഭവങ്ങൾ അങ്ങനെ വന്നു തുടങ്ങി. പലതരത്തിലുള്ള മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അധികം മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പം നല്ല ഒരുപാട് ടൈപ്പ് മീനുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കൊഞ്ചുണ്ട്, ഇത് വേളാപ്പാരയാണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ കണവ, പിന്നെ മീൻ കറി, മീനിൻ്റെ തലക്കറി, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ആവോലി, വലിയ ആവോലിയാണ്. അതുപോലെ ഇത് ചൂര ഫ്രൈ, ഇത് തലക്കറിയാണ്. പിന്നെ ഇത് ഞണ്ടുമുണ്ട്. ഞണ്ട് എല്ലാം കറികളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ആവി പറക്കുകയാണ്. എല്ലാം ഇപ്പം റെഡിയാക്കിക്കൊണ്ട് വന്നേക്കുന്നതാണ്. ഇതിപ്പം എനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം മീനും ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ടേബിളിൽ വെച്ചത് കേട്ടോ. ഞങ്ങളെല്ലാം ഒന്നും ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ കൊഞ്ച് വാങ്ങിച്ചു, ആവോലിയും വാങ്ങിച്ചു, അതുപോലെ വേളാപ്പാരയും കാണിച്ചു. കൊഞ്ചിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചാണ്. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത്രയും സൈസിലുള്ള കൊഞ്ച് കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ അങ്ങനത്തെ ഹോട്ടൽസിലൊക്കെ പോയി കഴിക്കണം. ടേസ്റ്റും സൂപ്പർ കേട്ടോ. ഈ കൊഞ്ചിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിനും കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു മസാലക്കൂട്ട്, എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ സ്വന്തം മസാലക്കൂട്ടാണെന്നാണ് തോന്നുന്നത്.
കാര്യം ഒട്ടും കുത്തലോ അങ്ങനെ ഒന്നുമില്ല, വളരെ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആവോലി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആവോലി ഞാൻ ഇത്രയും വലിപ്പമുള്ള ആവോലി ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ കഴിച്ചിട്ടില്ല. കണ്ടോ, ഇതിൽ നിന്നൊക്കെ ആവി പറക്കുന്നത് കണ്ടോ. അപ്പോൾ ആവോലി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മീനിൻ്റെ ഫ്രഷ്നെസ് ആണ്. ഏറ്റവും ഫ്രഷായിട്ടുള്ള മീനാണ്. നമ്മൾ എപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രഷായിട്ടുള്ള മീൻ തന്നെയാണ്. അത് എനിക്കും ഇതിനു മുന്നേ അനുഭവമുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും ഇവിടെ പല പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ മീനിലൊക്കെ ഇവരിങ്ങനെ പൊടിയൊക്കെ ഇട്ട് നല്ല മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇവരിത് പൊരിച്ച് നമുക്ക് കൊണ്ട് തരുന്നത്. അപ്പോൾ വേളാപ്പാരയും കൂടെ കഴിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി സാധനം. വേറെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനായിട്ടില്ല, സൂപ്പറാണ്. കുടിക്കാനായിട്ട് കണ്ടോ ഇവിടെ മോരൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇവർ ഫില്ല് ചെയ്ത് തരും. കറികൾ, തൊടുകറികളാണെങ്കിലും എല്ലാം നമുക്ക് തീരുന്നതനുസരിച്ച് അവർ വീണ്ടും കൊണ്ടുവന്ന് റീഫില്ല് ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഈ മീനും ഒക്കെ കൂട്ടി ഈ ഒരു സദ്യ വിത്ത് മീനെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എല്ലാം സൂപ്പറാണ് കേട്ടോ. മീൻകറിയൊക്കെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കപ്പയും എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കൊണ്ട് വിളമ്പി തരും. നമ്മൾ മതി എന്ന് പറയുന്നത് വരെ ഇവിടെ കറികൾ വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ടൊരു ഊണൊന്ന് കഴിക്കട്ടെ. നിമിഷം നേരം കൊണ്ട് കണ്ട് എൻ്റെ ഇലയെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു. ഒന്നും ബാക്കി വെക്കേണ്ടി വന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ആ മോരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണ് പെർഫെക്റ്റായി. ഇവിടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലേ ഈ ഇല നമ്മൾ തന്നെ എടുത്തു കൊണ്ടുപോയി കളയണം. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പം ഇവിടുത്തെ ഈ ഓണർ ചേട്ടനോട് ഇവിടുത്തെ ഹോട്ടലിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം. അതുപോലെ ഇദ്ദേഹം ബില്ല് എമൗണ്ട് പറയുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ, ഭയങ്കര രസകരമാണ്. 33 വർഷമായി. പിന്നെ കൊണ്ടുവന്നോ ഗോപകുമാറാണ്. ഞാൻ പുള്ളിയുടെ ചേട്ടനാണ്. പിന്നെ അതിനകത്ത് നിൽക്കുന്ന എല്ലാ സഹോദരിമാരാണ്. അമ്മയൊക്കെ ആയിരുന്നില്ല, കുടുംബപരമായിട്ടുണ്ട്. ഇപ്പോഴും അവരൊക്കെ തന്നെ. ഇവർ 2-3 ചെറുകുട്ടികളാണ്, മരുമക്കൾ. അവരെല്ലാവരും കൂടെ തന്നെ ഫാമിലി തന്നെയാണ്. മീനൊക്കെ ഞങ്ങൾ പാടിയിട്ട് നമ്മൾ പോയി എടുക്കുകയാണ്, സ്വന്തമായിട്ട് പോയി എടുക്കും. അല്ല, ഞങ്ങളത് പോയിട്ട് മൊത്തം നമ്മൾ ഫുള്ള് കൊടുക്കും. വണ്ടി ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, ഞങ്ങൾ ഡെയിലി പോയി എടുക്കും. ഇന്നലെ രാത്രി എന്നെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ആ 20 കൊല്ലം എടുത്ത് കൊല്ലം വരെ പോയി വണ്ടി ഓടിക്കാൻ വന്നു. അപ്പോഴത്തെ ക്ലൈമറ്റിനെ അത് തന്നെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമ്മളതിപ്പോൾ ഒരു കണവ, ഒരു ആവൂലി, ഒരു പാല്. അപ്പം നമ്മളത് 9,000, 10,000, 10,000 ചേർന്നു. 1060. അപ്പം നല്ല സുഭിക്ഷമായിട്ടുള്ള ഒരു നാടൻ മീൽസാണ് നമ്മൾ കഴിച്ചത്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം ഇലയിൽ വിളമ്പി തന്ന് നമ്മൾ സദ്യവട്ടം വിളമ്പുന്ന പോലെ കറികളൊക്കെ വിളമ്പി തരുന്നുണ്ട്. ഒഴിക്കാനും ഒക്കെ ഒരുപാട് കറികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീൻ തന്നെയാണ്. ഇത്രയും ഫ്രഷായിട്ടുള്ള മീൻ അത് നമ്മൾ ചിലപ്പോൾ വീടുകളിൽ വാങ്ങിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ അത്രയും ഫ്രഷായിട്ടുള്ള മീൻ കിട്ടത്തില്ല. പിന്നെ അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ആ മസാല എല്ലാം ഹോം മെയ്ഡ് മസാലയാണ്. ഇതൊരു കുടുംബ സംരംഭമാണ്. നമ്മളിപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ ഓണറെ കണ്ടല്ലോ, പുള്ളിയും അദ്ദേഹത്തിൻ്റെ ബ്രദറും പിന്നെ അവരുടെ സിസ്റ്റേഴ്സ്, കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതൊരു ഫാമിലി സംരംഭമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത അതിനകത്ത് കാണാനുണ്ട്. പിന്നെ ഈ ഫ്രഷ് ക്യാച്ചാണ്. ഡെയിലി അവർ പോയി മീൻ എടുത്തിട്ട് വരികയാണ്. ഏറ്റവും നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് അവർ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. അത്രയും സൂപ്പറായിട്ടുള്ള മീനാണ് അവർ നമുക്ക് തരുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോ മീൻ കഴിക്കുമ്പോഴും നമുക്ക് തോന്നും അതാണ് നല്ലതെന്ന് തോന്നും. മസാലക്കൂട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒരു മീൽസ് ഞങ്ങൾ കഴിച്ചു. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഹോട്ടൽ ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളിത് സജസ്റ്റ് ചെയ്യുകയാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൽസ് കഴിക്കാൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് തരുമ്പോൾ നമുക്കത് ഇൻസ്പിറേഷനാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.